ജീവിതത്തിൽ അസാധ്യതകൾ എവിടെയാണോ ആ മേഖലകളിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ക്രിസ്തുവിലേവർക്കും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. യേശുവിന്റെ ശുശ്രൂഷകളിൽ അത്ഭുതങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കടൽ തീരത്ത് വെച്ചുള്ള യേശുവിന്റെ അത്ഭുതങ്ങളെ നമുക്ക് 7-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ കാണുവാനായി സാധിക്കുന്നു. 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യേശു ശിഷ്യന്മാരുമായി കടൽ കരയ്ക്ക് വാങ്ങിപ്പോയി ഗലീലയിൽ നിന്ന് വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു. യേശുവിന്റെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വീര്യപ്രവൃത്തികൾക്കും ജനം അനുഭവിച്ചറിയേണ്ടതിന് കടൽ തീരത്ത് പോലും യേശുവിന്റെ ശുശ്രൂഷ വെളിപ്പെടുകയാണ്. നാം പലപ്പോഴും അത്ഭുതങ്ങളെ തേടി പോകുമ്പോൾ, യേശുവിന്റെ ജീവിതം നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ യേശു നിൽക്കുന്ന ഇടം അത്ഭുതങ്ങളുടെ പ്ലാറ്റ്ഫോമുകളാകുക. അനേക രോഗികൾ സൗഖ്യമാകുന്നു, അൺക്ലീൻ സ്പിരിറ്റുകൾ പുറത്തു പോകുന്നു. അതുപോലെ തന്നെ സയൻസ് ആൻഡ് വണ്ടേഴ്സ്, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും സംഭവിക്കുന്നു. ജീവിതത്തിൽ അസാധ്യതകൾ എവിടെയാണോ ആ മേഖലകളെ ദൈവത്തിന്റെ സാധ്യതകളും ദൈവത്തിന്റെ അത്ഭുതങ്ങളുടെയും സോണുകളാക്കി യേശു കർത്താവ് ചെയ്തെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും നടക്കാതിരിക്കുന്ന ചില മേഖലകൾ, നമ്മുടെ ലൈഫിനകത്ത് ഒരിക്കലും സാധ്യമല്ല, ഇമ്പോസിബിളായി നിൽക്കുന്ന സാഹചര്യങ്ങളെ ദൈവത്തിന് അത്ഭുതത്തിന്റെ ഇടമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. നമുക്ക് വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, നമ്മുടെ ലൈഫിനകത്ത് ഒരു ഭയങ്കര ഫെയ്ത്ത് കർത്താവിലുണ്ടെങ്കിൽ, യേശുവിൽ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ, കടൽ തീരങ്ങൾ പോലും കർത്താവിന് അത്ഭുതങ്ങളെ ചെയ്യുന്ന ഇടങ്ങളാക്കി കർത്താവിന് മാറ്റിയെങ്കിൽ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫാമിലിയെ, നമ്മുടെ കുടുംബത്തെ ദൈവത്തിന് അത്ഭുതമാക്കാൻ കഴിയും. നമ്മുടെ ഭാവിയെ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിനൊരു അത്ഭുത വിഷയമാക്കി മാറ്റാൻ കഴിയും. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്: അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളും എണ്ണമില്ലാത്ത അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവികമായ കരത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഏത് അവസ്ഥകളും ആയിക്കൊള്ളട്ടെ, ഏത് ഇമ്പോസിബിളും എല്ലാ ഹോപ്പ്ലെസ് ആയ മേഖലകൾക്കകത്തും യേശുവിൽ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തെ കർത്താവിനെ ഒരു അത്ഭുതമാക്കുവാൻ കഴിയും. അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക. കർത്താവ് നമ്മുടെ ലൈഫിനെ ഒരു അസാധാരണ അത്ഭുതമാക്കി മാറ്റട്ടെ. കർത്താവ് നമ്മെ ഏവരെയും ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ആമേൻ.